ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഇന്ന് 2025 മെയ് മാസം 26-ാം തീയതി തിങ്കളാഴ്ച. ഈ വർഷത്തിൻ്റെ 5-ാം മാസത്തിൻ്റെ അവസാനത്തെ ആഴ്ചവട്ടത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ആരോഗ്യത്തോടും സൗഖ്യത്തോടും കൂടെ ആയിരിക്കാനും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടും കൃത്യനിഷ്ഠയോടും കൂടെ ചെയ്യുവാനും സർവകൃപാലുവായ ദൈവം എല്ലാവരെയും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 22-ാം വാക്യം. സെയിന്റ് മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 22 നാം ഇപ്രകാരം വായിക്കുന്നു: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നു എങ്കിലും ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളാൽ സമ്പുഷ്ടമാണ്. ഉപമകളിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് നല്ല ശമരിയക്കാരന്റെ ഉപമ തന്നെയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളിൽ വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ട 4 പ്രത്യേക സ്ഥാനങ്ങളിൽ വിതയ്ക്കപ്പെട്ട ഉപമയാണ് ശ്രദ്ധേയം. 13-ാം അധ്യായത്തിന്റെ ആരംഭത്തിങ്കൽ അവ വ്യക്തമാക്കുകയും തുടർന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് അതിന്റെ പൊരുള് തിരിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ പൊരുള് തിരിച്ചു കൊടുക്കുന്ന ഭാഗത്തെ 3-ാമത്തെ സ്ഥലമായ മുള്ളിനിടയിൽ വീണ വിത്തിനെ കുറിച്ചാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ട ഇന്നത്തെ വാഗ്ദത്ത വചനം. വഴിയരികെ വീണു, പാറസ്ഥലത്ത് വീണു, മുള്ളിനിടയിൽ വീണു, നല്ല നിലത്തും വീണു. നാം ഈ ഉപമയുടെ വ്യാഖ്യാനം വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: വചനം കേട്ടിട്ടുണ്ട്, കേൾക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷേ ആ കേട്ടത് ഗ്രഹിക്കാൻ കഴിയാതെ ഓരോരോ കാരണങ്ങളാൽ തെന്നിമാറിപ്പോകുകയാണ്. മുള്ളിനിടയിൽ വീണതിന്റെ പ്രത്യേകത അവിടെ പറയുകയാണ്: വചനം കേട്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. അതിന് കാരണമുണ്ട്. ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചന, ഇവ മുഖാന്തരം നിഷ്ഫലമായി തീർന്നു. അപ്പോൾ ഒരു കാര്യം ഈ ഉപമയിൽ കൂടെ, പ്രത്യേകിച്ച് ഈ വാക്യത്തിൽ കൂടെ വ്യക്തമാക്കുന്നു: നാം കേൾക്കുന്ന വചനം നമ്മിൽ ഫലം ഉളവാക്കണം. നിഷ്ഫലമാക്കുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഈ ലോകത്തിന്റെ ചിന്ത എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഈ ലോകത്തിലെ ആഡംബര ചിന്തകൾ മാത്രമാണ്, ലക്ഷൂറിയസ് ലൈഫിനെ കുറിച്ചുള്ള ഇന്നിന്റെ ചിന്തകളാണെന്ന് അല്ല. ഈ ലോകത്തിന്റെ ചിന്തയിൽ നമ്മുടെ ജോലിയുടെ ആവശ്യം പെടും, മക്കളുടെ പഠനം, അവരുടെ വിവാഹം, അവരുടെ തലമുറ, നമ്മുടെ ഭവനം, നമ്മുടെ വാഹനം, ആരോഗ്യകാര്യം, സാമ്പത്തിക കാര്യം, നമ്മുടെ നിലനിൽപ്പിന്റെ വിഷയങ്ങൾ, നിയമപരമായ ചില പ്രതിസന്ധികൾ എന്നുവേണ്ട ഒരു മനുഷ്യായുസ്സിലെ സകലവും ഇതിൽ പെടുന്നതാണ്.
അപ്പോൾ ഒരു കാര്യം ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളാരും വചനം കേൾക്കാഞ്ഞിട്ടല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10-25 വർഷങ്ങളായി വാർത്താ മാധ്യമങ്ങൾ, TV ചാനലുകൾ, കഴിഞ്ഞ 10 വർഷത്തിലേറെയായി സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്നിവയിൽ കൂടെ ലോകമെമ്പാടും അവരവരുടെ ഭാഷയിൽ അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ ആണെങ്കിലും ദൈവവചനം സുലഭമാണ്, യഥേഷ്ടം ലഭിക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പം എവിടെയാ? നമ്മുടേതായ ചിന്തകൾ ദൈവവചനം നമ്മിൽ വിതയ്ക്കപ്പെട്ട് വളരുവാനും ഫലം കൊടുക്കുവാനുമുള്ള അവസരം കൊടുക്കുന്നില്ല. കാരണം വചനം കേൾക്കുന്നുണ്ടേ ഒരു സ്തോത്രവും ഒരു ഹല്ലേലൂയായും നമുക്ക് ആകമാനം ഒരു ഇളക്കവും ഉപരിവിപ്ലവമായ ഒരു ആത്മീയ മുന്നേറ്റമൊക്കെ തോന്നും. പക്ഷേ പ്രസംഗം തീരുമ്പോൾ അല്ലെ ആ കൂട്ടായ്മ ആശീർവാദം പറയുന്നതോടുകൂടി കഴിഞ്ഞു. പിന്നെയും നമ്മൾ കൊണ്ടുവന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ പുറത്ത് വെച്ചിട്ടല്ലേ അകത്ത് കയറിയത്. ഉടനെ മക്കളുടെ വിഷയം വരും, കൊച്ചുമക്കളുടെ വിഷയം വരും, ഭവനത്തിന്റെ പണി വരും, ജോലി പ്രശ്നം വരും, ആരോഗ്യ പ്രശ്നം വരും. നാളെ ഇങ്ങനെ സംഭവിച്ചാൽ മറ്റേനാൾ എന്തോ ചെയ്യും എന്നു വേണ്ട, നമ്മൾ ചിന്തിച്ചങ്ങ് കൂട്ടുകയാണ്. വേദപുസ്തകം പറയുന്നു, നമ്മൾ വിചാരപ്പെട്ടാൽ നമ്മുടെ നീളത്തോട് അരമുഴം കൂട്ടാനോ കുറയ്ക്കുവാനോ പറ്റുമോ? പറ്റുകയിൽ ഇത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷേ നമ്മൾ കൂലങ്കഷമായി അങ്ങ് ചിന്തിക്കുക. അതുകൊണ്ട് പറ്റുന്ന എന്താണ്? പിശാച് നമ്മൾ വീണ ആ വിത്തിനെ ഞെരിക്കുകയാണ്. പ്രധാനമായിട്ടും ഇന്നത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, പണത്തിന്റെ കണക്കാണ് നമ്മുടെ ആത്മീയത്തെയും വചനത്തെയും ഞെരുക്കിക്കളയുന്നത്. നമ്മളങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ബാങ്ക് മാനേജർ കൂട്ടാത്ത കണക്കൊക്കെ നമ്മൾ കൂട്ടും. പിന്നെ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ആകാശത്തോട്ട് നോക്കിയിരിക്കും. ജീവനുമില്ല, മജ്ജയുമില്ല, ഓജസ്സുമില്ല. ഈ കഴിക്കുന്നതൊക്കെ എങ്ങോട്ട് പോകുക? ഒന്ന് ഓർത്തു നോക്കിക്കാട്ടെ. ആകമാനം മ്ലാനമുഖത്തിൽ തകർന്ന് സകലവും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ഇരിക്കുകയാണ്. ഇതിനല്ല കർത്താവ് നമ്മെ വിളിച്ചത്. നമ്മൾ നിഷ്ഫലരായി തീരുവാനല്ല ദൈവം വിളിച്ചത്. നാം ഫലം കൊടുക്കുന്നവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ തിങ്കളാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയ ശ്രോതാക്കളെ, ദൈവമക്കളെ, വിശ്വാസ സമൂഹമേ, നമ്മൾ കേട്ടതിന്റെ അത്രയും ദൈവവചനങ്ങൾ ഒരു 30-40 വർഷത്തിന് പുറകിൽ ആരും കേട്ടിട്ടില്ല. നമ്മൾ വചനം കേൾക്കാഞ്ഞിട്ടല്ല, അത് ഗ്രഹിച്ചിട്ടില്ല. ഗ്രഹിക്കാനുള്ള ഇടം കൊടുക്കാതെ നമ്മുടെ ആകുല ചിന്തകൾ അതിനെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർത്തിരിക്കുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ അവരവരോട് ചോദിക്കുക, എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ദൈവവചനം നമ്മെ ജീവിപ്പിക്കുന്നതും ഉറപ്പിക്കുന്നതും നിത്യതയിലേക്ക് നടത്തുന്നതും ഇന്നിന്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ ശക്തമായതുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ചിന്തകൾ ദൈവവചനത്തെ ഞെരുക്കിക്കളഞ്ഞു. പാറസ്ഥലത്ത് വീണതും മുളച്ചു, പക്ഷേ വേരില്ലാതെ പോയി. നമ്മുടെ വേരുകൾ നമ്മുടെ ചിന്തകൾ പിടിച്ചടക്കി. നമ്മുടെ കുഴപ്പം അവിടെയല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ ഈ നിലകളിൽ ഒരു ദൈവകൃപയും ഇല്ലാതെ ആരെങ്കിലും മുൻപോട്ട് പോകുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ, സഹോദരങ്ങളെ, ആ ജീവിതം നിങ്ങളൊന്ന് വിട്ടുകള. ദൈവവചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഗ്രഹിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്ത എന്ന് പറഞ്ഞാൽ, കേൾക്കുന്ന വചനം കൊണ്ട് നമ്മുടെ ഇന്നിന്റെ ചിന്തകളെ
പരിപോഷിപ്പിച്ചിട്ട് പറയണം, ഈ പ്രശ്നത്തിന് എന്റെ കർത്താവ് മതിയായവനാ, അതാണ് ഇന്ന് എനിക്ക് കിട്ടിയ വചനം. അങ്ങനെ നിങ്ങൾ 10 ദിവസം അടുപ്പിച്ച് പറഞ്ഞാൽ പിശാച് നിങ്ങളെ വിട്ടിട്ട് ബലഹീനരായ മറ്റൊരാളെ തേടിപ്പോകും. പക്ഷേ നമ്മളിൽ പിശാച് ശക്തനായതുകൊണ്ട് വചനം ദുർബലമാവുകയും ഇന്നിന്റെ ചിന്തകൾ നമ്മെ വല്ലാതെ പിടിച്ചുലച്ച് നാം നിരാശരായി ചിരിക്കാൻ മറന്നുപോകുന്നു, ഭക്ഷണം കഴിക്കാൻ മറന്നുപോകുന്നു, ഉറങ്ങാൻ മറന്നുപോകുന്നു, കുടുംബത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ മറന്നുപോകുന്നു. എപ്പോഴും നിരാശ, എപ്പോഴും വിഷമം, എപ്പോഴും പരാതി, എപ്പോഴും പിറുപിറുപ്പ്. പഴയതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ശരിയല്ലേ? പഴയതുപോലെ ദൈവവചനം വായിക്കാൻ പറ്റുന്നില്ല. വായിച്ചാൽ തന്നെ മലയാളം അറിയാവുന്നതുകൊണ്ട് വായിക്കുന്നു എന്നുള്ളതല്ലാതെ ഗ്രഹിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അതിന് മുൻതൂക്കം കൊടുക്കുന്നില്ല. കാരണം അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ചിന്തകൾ മുൻപിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് നിഷ്ഫലരായി എന്ന് പറയുവാൻ ഇടയാകരുത്. ഞാൻ നിങ്ങളും ഫലം കൊടുക്കുന്നവരാകണം. നമ്മെ ആക്കി വെച്ചിരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് ചുറ്റും വേദനയിലും സങ്കടത്തിലും ആയിരിക്കുന്നവരോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുവാൻ, അവരെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ പാരമ്പര്യം പറഞ്ഞിട്ട് എന്തു ഗുണം? ഒരു പാട്ടുപുസ്തകത്തിലെ മുഴുവൻ പാട്ടും പാടും, പക്ഷെ എന്ത് പ്രയോജനം? 150 സങ്കീർത്തനങ്ങളിൽ 100-ലധികം സങ്കീർത്തനവും കാണാപ്പാടമാ. എന്തു ഗുണം? ഒരു വാക്യം തുടങ്ങിയാൽ പിന്നത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. എന്തു ഗുണമാ ഇത്? എന്റെ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാതെ മറ്റുള്ളവരെ കേൾപ്പിക്കുവാനും കാണിക്കുവാനും ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്തു ഗുണം? ഞാനും നിങ്ങളും നിഷ്ഫലരാണ് പ്രിയമുള്ളവരെ. അതിനുവേണ്ടി അല്ല, വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ പാർക്കുകയും എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ യാഗമായി മരണത്തെ തോൽപ്പിച്ച് പാതാളത്തെ പിടിച്ചടക്കി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നത് എന്റെയും നിങ്ങളുടെയും അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്, സന്തോഷമേറിയ ജീവിതത്തിന്, മുഖം വാടി ജീവിക്കാനല്ല, സങ്കടപ്പെട്ട് ജീവിക്കാനല്ല, നിഷ്ഫലരായി പോകുവാനല്ല, ഫലം കൊടുക്കുന്നവരാകുവാൻ. അങ്ങനെയെങ്കിൽ ഇന്ന് സ്വയം ശോധന ചെയ്യുക, ഉത്തരം കണ്ടെത്തുക. ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലെ ഉപമ എന്റെ ജീവിതത്തിന്റെ അവസ്ഥയാണോ? സ്വയം വിധി എഴുതി മാറ്റം വരുത്തുക. 4 സ്ഥലത്തും ഒരുപോലെയാണ് വിത്ത് വിതച്ചത്. പക്ഷേ 4ഇടവും കേട്ടു, അഥവാ സ്വീകരിച്ചു. മുളയ്ക്കാതെയൊന്നും വരുന്നില്ല. പക്ഷേ ആദ്യത്തെ 3ഇടത്ത് അതിനെക്കാട്ടിലും ഉപരിയായി മറ്റു പലതും ഉണ്ടായിരുന്നത് കൊണ്ട് വചനത്തിന് സ്ഥാനമില്ലാതെ പോയി. 4ാമത്തെ സ്ഥലത്ത് വീണ വിത്തിനെ സ്വീകരിക്കാൻ പാകമായിരുന്നത് കൊണ്ട് 30ഉം 60ഉം 100ഉം മേനി ഫലം കൊയ്യുവാൻ ഇടയായി. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവിതം ദൈവത്തിനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ദേശത്തിനും 30, 60, 100 മേനി ഫലം കൊടുക്കുന്ന ഫലമുള്ള ജീവിതമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും വിഷയങ്ങളും ഒക്കെ ദൈവവചനം കൊണ്ട് അതിജീവിച്ച് അതിനെ തോൽപ്പിച്ച് സ്തോത്രത്തോടെ ജയജീവിതം നയിക്കണം. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ വളരെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. വചനപ്രകാരം ഫലമുള്ള ജീവിതം നയിപ്പാൻ കർത്തൃപാദങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
ഞങ്ങളുടെ ഉടയവനും സൃഷ്ടിതാവും പരിപാലകരുമാകുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ദൈവവചനമാകുന്ന വിത്ത് വീഴുന്നുണ്ട്, മുളയ്ക്കുന്നുണ്ട്. എന്നാൽ ഫലം കൊടുക്കുന്ന നിലയിലേക്ക് എത്താതെ ഞങ്ങളുടെ ഇന്നിന്റെ പ്രശ്നങ്ങൾ, ചിന്തകൾ, വിചാരങ്ങൾ അവയെ തകർത്ത് കളയുന്നു, പിച്ചി ചീന്തി കളയുന്നു. തന്മൂലം ഞങ്ങൾ നിഷ്ഫലരായി തീരുകയാണ്. ഞങ്ങൾ നിഷ്ഫലരാകുന്നത് കൊണ്ട് ജീവിക്കുന്നത് തന്നെ എന്തിനാണെന്നുള്ള ചോദ്യം പലപ്പോഴും ഞങ്ങൾ ചോദിക്കുന്നവരായിത്തീരുന്നു. ഞങ്ങളുടെ ആ കുറവുകളെ ക്ഷമിക്കണമേ. ദൈവവചനം വേണ്ടവണ്ണം സ്വീകരിപ്പാൻ, അതിന് തക്കവണ്ണം ഫലം കൊടുപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും അനുഗ്രഹിക്കണം. ഞങ്ങൾ കേൾക്കുന്ന വചനത്തിനനുസരിച്ച് ഫലം കൊടുക്കുന്നവരായി, ദൈവരാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ ദിനം അനുഗ്രഹത്തിന്റെയും നന്മയുടെയും സന്തോഷത്തിന്റെയും ദിനമായി ദൈവകൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരു ചോദ്യചിഹ്നമായി ഉയരട്ടെ. ഞാൻ കേൾക്കുന്ന വചനങ്ങൾ എന്നെ ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ഫലം കൊടുക്കുന്നവരാക്കി തീർക്കുകയും ചെയ്യുന്നുണ്ടോ? അതോ കേൾക്കുന്ന ആ സമയത്തേക്ക് ഒരു സന്തോഷം, ഒരാശ്വാസം, അത് കഴിയുമ്പോൾ എന്റെ സ്ഥിതി പഴയതിലും അതിദയനീയമാണോ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ 3 സ്ഥലത്തിൽ ഏതോ ഒരു സ്ഥലത്താണ് ഇന്നും ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പാരമ്പര്യവും ആത്മീയ പശ്ചാത്തലമൊക്കെ പറയുന്നതല്ലാതെ വചനം എത്തേണ്ടിടത്തോട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ സംശയങ്ങളും വിചാരങ്ങളും ചാഞ്ചാട്ടങ്ങളും. അതൊക്കെ മാറി ഫലമുള്ളവരായി തീരണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചോദ്യചിഹ്നം ഉയരാറുണ്ട്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? എനിക്ക് എന്തിനാണ് ഇങ്ങനൊരു ജീവിതം? എന്തുകൊണ്ടാ? ഫലമില്ലാത്തത് കൊണ്ടാ. അതിന് കാരണം എന്താ? വചനം എത്തേണ്ടിടത്ത് എത്തിയിട്ടില്ല. ആകയാൽ നമ്മുടെ ജീവിതം കൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവരാജ്യത്തിന് വേണ്ടി അനേകരെ ഒരുക്കുവാൻ ഇടയായി തീരട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് പുതുചിന്തയിലേക്ക് നയിപ്പാൻ ഇടയായി തീരട്ടെ. അങ്ങനെ ഒരു ധന്യമായ ജീവിതം, ഫലകരമായ ജീവിതം നയിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും സ്വർഗത്തിലെ ദൈവം ഇടയാക്കട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.